കൽക്കത്തയിലുള്ള ഫേമസ് ചിക്കൻ റോളാണ്. ചിക്കൻ റോൾ, എഗ് റോളൊക്കെ ഉണ്ടാക്കുന്നത് പുതിയൊരു മോഡൽ സാധനമാണ്. ബാംഗ്ലൂരൊക്കെ സുലഭമായിട്ട് കിട്ടുന്നൊരു സംഭവമാണ്. ചപ്പാത്തി മൈദ കൊണ്ടാണെന്ന് തോന്നുന്നു പരത്തി കണ്ടില്ലേ, ഇതുപോലെ ഈ ഒരു വലിയൊരു ചട്ടിയാണ്. ഇതിലിട്ട് എണ്ണ കൊഴിച്ച്, അത്യാവശ്യം എണ്ണ കൊഴിക്കുന്നുണ്ട്. എണ്ണ കൊഴിച്ച് അത് 2 ഭാഗവും വേവിച്ചെടുക്കുകയാണ്. ഓക്കെ, ഞാനിത് എഗ്ഗ് മിക്സ് ചെയ്തിട്ടുള്ള ചിക്കൻ റോളാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട് ഓക്കെ സെറ്റാക്കിയിട്ട് അത് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊരു സൈഡിൽ ഞാൻ ഒഴിച്ച് വെച്ചു. കണ്ടിട്ട് മൈദയാണെന്ന് തോന്നുന്നു, മൈദയുടെ മാവ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് എണ്ണയിൽ വെച്ച് നന്നാക്കി ചൂടാക്കി പൊള്ളിച്ചെടുക്കുന്നുണ്ട്. 2 ഭാഗവും പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ മുട്ട അവിടെ മിക്സായിട്ട് ഓംലെറ്റിന് വേണ്ടി വെച്ചിരുന്നത് അത് സൈഡിൽ ഒഴിച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഈ പൊറോട്ട വെച്ചിട്ടുണ്ട്. അതിനുശേഷം അവന് കുറച്ച് വലിയുള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആ സൈഡിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് അവനതൊന്നുകൂടെ സെൻറ്ററിലൊക്കെ വെച്ചു, ഒന്നുകൂടെ വേവിച്ചെടുക്കുകയാണ്. മറിച്ചിട്ട് നന്നായി പ്രസ്സൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ അത് പൊള്ളച്ച് വരുന്നുണ്ട്, വീർത്ത് വരുന്നത് കാരണം തന്നെ അതങ്ങനെ അമർത്തിയിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് വേവിച്ചെടുത്തു. ഓക്കെ, എന്നിട്ട് അത് പുറത്ത് വെച്ചു. ഇനി അതിലേക്ക് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുള്ള ചിക്കൻ ഉണ്ട്, അത് പാകത്തിന് സൈഡിൽ വെക്കുകയാണ്. കുറച്ച് ചിക്കൻ കണ്ടില്ലേ, അവരുണ്ടാക്കി കൊണ്ടുവന്നതാണ്. ചിക്കൻ വേവിച്ചിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് അത് ഇതുപോലെ സൈഡിൽ വെച്ചു. അതിനുശേഷം കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി ഇതാ സൈഡിൽ ഇതുപോലെ ഇട്ട്, അതിനുശേഷം സോസ്, ടൊമാറ്റോ, അതുപോലെ തന്നെ ചില്ലി പിന്നെ ചെറുതായിട്ട് ഒഴിച്ചു. അതിനുശേഷം പെപ്പർ കുറച്ചിട്ടു. ഓക്കെ, അതിനുശേഷം എന്തത് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടത് റോള് പോലെ ആക്കി പേപ്പർ എടുത്തു, ഇങ്ങനെ മടക്കിയിട്ട് ഏകദേശം നമ്മുടെ ഷവർമൊക്കെ പോലെ കണ്ടില്ലേ, അതങ്ങനെ വെച്ചു. അതിനുശേഷം ഒരു ക്ലീനക്സ് അതിൻ്റെ കൂടെ വെച്ചു. യെസ്, പരിപാടി കഴിഞ്ഞു. തിന്നോക്കട്ടെ.